ശബരിമലയിൽ പോലീസ് സംരക്ഷണയിലെത്തിയ കനകദുർഗയ്ക്ക് വീട്ടിൽ കയറാനും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുന്നു. അമ്മായിയമ്മ കട്ടക്കലിപ്പിൽ തന്നെ. കൂടെ വീട്ടുകാരും നാട്ടുകാരും കനകദുർഗയ്ക്കെതിരെ. നാട്ടുകാരായ ചില CPM പ്രവർത്തകർ കനകദുർഗയെ അനുകൂലിച്ചെത്തിയെങ്കിലും ഭൂരിപക്ഷം വരുന്ന അയൽക്കാരൊക്കെ നിലം തൊടിയിക്കാൻ അനുവദിക്കുന്നില്ല. ശബരിമലയിൽ കനകദുർഗയെ എത്തിച്ച പിണറായിയും കോടിയേരിയും പോലീസും വീട്ടിൽ കൂടി കനകദുർഗയെ കയറ്റട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പരിഹാസം നിറയുകയാണ്. കോടിയേരിയും പിണറായിയും ആശുപത്രിയിലേക്ക് ഓറഞ്ചുമായി പോകുന്നു എന്നൊക്കെയാണ് കമന്റുകൾ. എറണാകുളത്തെ ആർത്തവം പ്രവർത്തകർ കനകദുർഗയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അതിനിടയിൽ കനകദുർഗയും കണക്കിന് അമ്മായിയമ്മയ്ക്കിട്ട് കൊടുത്തു എന്നാണ് അറിയുന്നത്. ഭർത്തൃമാതാവും ആശുപത്രിയിലാണ്. ജനുവരി 2-നാണ് ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത്. ഡിസംബർ 25-ന് ശബരിമല ദർശനം നടത്താനെത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഇരുവരും മടങ്ങിയിരുന്നു. ജനുവരി 2-ന് അപ്രതീക്ഷിതമായാണ് ഇരുവരും ദർശനം നടത്തിയത്. 18-ാം പടി ചവിട്ടാതെ VIP ക്യൂ വഴിയാണ് ഇരുവരും ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ആർത്തവം പരിപാടിയിലും ഇരുവരും പങ്കെടുത്തിരുന്നു. സിവിൽ സപ്ലൈസ് താൽക്കാലിക ജീവനക്കാരിയായ മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗയുടെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെയാണ് ബിന്ദുവുമായി കനകദുർഗ പരിചയപ്പെടുന്നത്. ശബരിമല ദർശനത്തിന് ആദ്യമായി പോയ ശേഷം ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അടിയുറച്ച വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്നാണ് ശബരിമലയിലേക്കുള്ള കനകദുർഗയുടെ യാത്ര. CITU പ്രവർത്തകയായ കനകദുർഗയുടെ കുടുംബവും CPM അനുഭാവികളാണ്. എന്നാൽ ശബരിമല വിഷയത്തിൽ കനകദുർഗയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്നാണ് സഹോദരങ്ങളുടെയും ഭർത്തൃവീട്ടുകാരുടെയും നിലപാട്. ഈ നിലപാടിലെ വിയോജിപ്പാണ് ഇവരെ ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 42-കാരിയായ ഇവർ ഇപ്പോൾ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആനമങ്ങാട് മാവേലി സ്റ്റോർ മാനേജരാണ്. കുട്ടിക്കാലത്ത് ഇടതു സാംസ്കാരിക വേദിയായ അരീക്കോട്ടെ YMA കലാസാഹിത്യ വേദിയിലും പിന്നീട് പുരോഗമന കലാസാഹിത്യ വേദിയിലും വള്ളുവനാട് സാംസ്കാരിക വേദിയിലും പ്രവർത്തിച്ചിരുന്നു. കുട്ടികളെ സഹോദരിയുടെ വീട്ടിലാക്കി കഴിഞ്ഞ ഡിസംബർ 24-നാണ് കനകദുർഗ ആദ്യം ശബരിമലയിലേക്ക് പോയത്. തിരുവനന്തപുരത്തേക്ക് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. പിന്നെ കാണുന്നത് ശബരിമലയിൽ. ആദ്യ ശ്രമം പരാജയപ്പെട്ട ശേഷം ഇവരെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് സംരക്ഷണയിൽ കണ്ണൂരിലുണ്ടെന്നാണ് വിവരം ലഭിച്ചതെന്ന് സഹോദരൻ ഭരത് ഭൂഷൺ പറഞ്ഞു. കനകദുർഗ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നതിൽ യോജിപ്പില്ലെന്നാണ് നേരത്തെ തന്നെ സഹോദരന്റെ നിലപാട്. കനകദുർഗയെ ശബരിമലയിൽ എത്തിച്ചതിന് പോലീസിന്റെ ഗൂഢാലോചന സംശയിക്കുന്നതായും ഭരത് ഭൂഷൺ പറഞ്ഞു. കനകദുർഗയെ ശബരിമലയിൽ എത്തിച്ചതിൽ പോലീസിന്റെ ഗൂഢാലോചന സംശയിക്കുന്നതായും ഭരത് ഭൂഷൺ പറഞ്ഞു. കനകദുർഗ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നതിൽ യോജിപ്പില്ലെന്നാണ് നേരത്തെ തന്നെ സഹോദരന്റെ നിലപാട്. ശബരിമലയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ബിന്ദുവും കനകദുർഗയും തങ്ങിയത് അങ്കമാലി നോർത്ത് കിടങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് സമീപമുള്ള വീട്ടിൽ. ബിന്ദുവിന്റെ സുഹൃത്തായ ജോൺസന്റെ വീട്ടിൽ സ്വകാര്യ വാഹനത്തിൽ ഇരുവരും എത്തിയത്. കാലടിയിൽ നിന്ന് ഉൾവഴികളിലൂടെ സഞ്ചരിച്ചാണ് യുവതികൾ അവിടെ എത്തിയത്. യുവതികളെ വീട്ടിലാക്കിയ ശേഷം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ മടങ്ങി. ആദ്യ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ജനുവരി 2-ന് പുലർച്ചെ 3:45 ഇരുവരും ശബരിമല ദർശനം നടത്തിയത്. ഇവർ മഫ്തി പോലീസിന്റെ സംരക്ഷണയിലായിരുന്നു ദർശനം നടത്തിയത്. 42-ഉം 44-ഉം വയസ്സാണ് ബിന്ദുവിനും കനകദുർഗയ്ക്കും. 18-ാം പടി ഒഴിവാക്കിയാണ് ഇരുവരും സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.